തിരുവനന്തപുരത്ത് യുവാക്കളെ പോലീസ് മർദ്ദിച്ചുവെന്ന ആരോപണത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. പോലീസ് മർദ്ദനത്തിലാണ് പരിക്കേറ്റതെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യുവാക്കൾ. എന്നാൽ അപകടത്തിലാണ് പരിക്കേറ്റതെന്ന് ഫോർട്ട് പോലീസും പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഫോർട്ട് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇരുവരുടെയും വാദം തെളിയിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. ഇതോടെ സംഭവത്തിലെ അവ്യക്തത തുടരുകയാണ്. എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പോലെ മദ്യപിച്ചിരുന്നു. അപ്പൊ പോലീസ് കൈ കാണിച്ചപ്പോ പേടിച്ചിട്ടാവാം, അവരുടെ അപ്പോഴത്തെ ആ ഒരു മൈൻഡ് ആവാം, അവർ വണ്ടി നിർത്തിയില്ല. അതിന് അവരുടെ വണ്ടി നമ്പർ നോക്കിയിട്ട് അതിനുള്ള നടപടി അവരെടുക്കണമായിരുന്നു. അവരെ ചേസ് ചെയ്ത് പോയി അവരെ ഇടിച്ചിട്ട് അവരെ ഇത്ര മാരകമായിട്ട് അടിച്ചോടിച്ച് ഇവിടെ കൊണ്ടിടയല്ല പോലീസുകാർ ചെയ്യേണ്ടത്. തിരുവനന്തപുരത്ത് 2 യുവാക്കൾക്ക് അതിക്രൂരമായ പോലീസ് മർദ്ദനമേറ്റു എന്ന ആരോപണം മാതൃഭൂമി ന്യൂസാണ് ഇന്നലെ പുറത്തുവിട്ടത്. മിതുർമല സ്വദേശികളായ ദിബിൻ, വിശാഖ് എന്നിവരാണ് ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇരുവരെയും പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. നമ്മളെ ചാറ്റ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട് ബൈക്ക് വേഴ്സസ് ബാരിക്കേഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൈ അത്രയും ഹാർഷായിട്ട് ഇടിക്കുന്നെങ്കിൽ അവിടെ പൊട്ടലിൻ്റെ ഒപ്പം ഒരു മാരകമായിട്ടുള്ളൊരു മുറിവ് വരണമല്ലോ. അവിടെ എന്തുകൊണ്ട് ഒരു മുറിവ് വന്നില്ല? ഇടതുവശത്താണ് വണ്ടിക്ക് പരുക്കുള്ളത്, ഇവരുടേത് വലതുവശത്താണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉള്ളത്. ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 6-ന് പുലർച്ചെ 2:30 ഈഞ്ചക്കലിൽ വെച്ച് പോലീസ് കൈകാണിച്ചുവെന്നും ബൈക്ക് നിർത്താതെ പോയപ്പോൾ പിന്തുടർന്നെത്തി ഇടിച്ചു വീഴ്ത്തിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചുവെന്നുമാണ് യുവാക്കൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് നീതിയുക്തമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ കടുത്ത പ്രതിഷേധമുണ്ടാകുമെന്ന് ബന്ധുക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇതെല്ലാം അതിൻ്റെതായ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിന് നടത്തണം, എങ്കിലേ ഇതിന്റെ പിന്നിലുള്ള എന്താണ് സത്യാവസ്ഥ എന്ന് പുറത്തു വരത്തുള്ളൂ. എൻ്റെ 2 കൊച്ചുങ്ങളുടെ എന്റെയും വേദനയാണ്. ഇതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു അന്വേഷണം കിട്ടി ഈ തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വന്ന് ആത്മഹത്യ ചെയ്യും എന്റെ കൊച്ചുങ്ങളെ കൊണ്ട്. അതേസമയം പോലീസ് മർദ്ദിച്ചുവെന്ന യുവാക്കളുടെ വാദം പൂർണ്ണമായും നിരാകരിക്കുകയാണ് ഫോർട്ട് പോലീസ്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് ഫോർട്ട് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് യുവാക്കൾ പറയുന്നത് കള്ളമെന്നാണ്. യുവാക്കൾക്ക് പോലീസ് മർദ്ദനത്തിലല്ല അപകടത്തിലാണ് പരിക്കേറ്റതെന്നാണ് പോലീസിന്റെ വാദം. പോലീസ് അവിടെ എത്തിയത് നാട്ടുകാർ വിളിച്ചിട്ടാണ്. അവിടെ എത്തുമ്പോൾ 2 യുവാക്കൾ ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റ നിലയിലായിരുന്നു. അവരെ അപ്പോൾ തന്നെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. അതല്ലാതെ മർദ്ദനം ഉണ്ടായിട്ടില്ല എന്ന് ഫോർട്ട് പോലീസ് വിശദീകരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം. CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷികളുടെ മൊഴികളും രേഖപ്പെടുത്തി നിജസ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കണമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.